വന്നത്? വാ വാ, വന്നെന്നറിഞ്ഞു. കച്ചവടമൊക്കെ തുടങ്ങിയെന്ന് ഹമീദ് സാർ പറഞ്ഞു. കച്ചവടം തുടങ്ങിയെന്ന് മാത്രമല്ല, പെണ്ണും കെട്ടി 2 കുട്ടികളുമായി സന്തുഷ്ട കുടുംബം. സുരേഷ് ഇപ്പൊ എവിടെ? അവനിപ്പം ഗൾഫിലാ, മസ്കറ്റില്. ഗോപാലകൃഷ്ണൻ സാർ പെൻഷനായി നാട്ടിൽ സെറ്റിൽ ചെയ്തു. കഴിഞ്ഞ തവണ സുരേഷ് നാട്ടിൽ വന്നപ്പോ എന്നെ ഒന്ന് കണ്ടിരുന്നു. തന്റെ കാര്യമൊക്കെ ചോദിച്ചു. ബാ, ഒരു ജ്യൂസ് കഴിക്കാം. വേണ്ട. അതെന്താ അങ്ങനെ? ജ്യൂസ് കഴിക്കാന്നേ. വേണ്ട ചേട്ടാ, ഞാൻ തന്നെ കാണാൻ വന്നത് വേറൊരു കാര്യത്തിന്. എന്താ? എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം. തന്റെ പരിചയത്തിലോ ബന്ധത്തിലോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവോ? നല്ല കാര്യമായി. ഈ ലോകത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ജോലി. ഞാൻ തന്നെ എത്ര കാലം തെണ്ടി നടന്നു എന്നറിയാമോ? ആരുടെയൊക്കെ കാല് പിടിച്ചെന്നറിയാമോ? അവസാനം മനസ്സിലായി, ജീവിക്കണോ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. അല്ല, ഞാൻ എന്ത് ജോലിയും ചെയ്യാം. എന്തു ജോലി? കിളയ്ക്കാന്ന് അല്ലേ? അതിനും തയ്യാറാണ്. അതിനിവിടെ കിളയ്ക്കാൻ അറിയുന്ന നല്ല തൂമ്പാ പണിക്കാരുണ്ട്. തന്നെ ആർക്ക് വേണം? ഇനി ചുമടെടുക്കാമെന്ന് വെക്ക്, യൂണിയനിലുണ്ടാവണം. യൂണിയനിൽ ചേരണമെങ്കിലോ ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും വേണം. ആ കാശുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കട തുടങ്ങരുതോ? ഞാൻ ഒഴിഞ്ഞു മാറുന്നതല്ല, നോക്കാം. കിട്ടിയാൽ ഉപകാരമായി. ഞാൻ പല വഴിയും നോക്കണുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ എന്റെ ഒരു ഹിസ്റ്ററി അറിയണവര് ഉണ്ടെങ്കിലും തരില്ലല്ലോ. ചേട്ടാ, ചേട്ടനോട് കടയിലേക്കൊന്ന് വരാമോന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛനാ? ആരുടെ അച്ഛൻ? എന്റെ അച്ഛൻ. ഇത് നമ്മുടെ പഴയ പരമേശ്വരന്റെ മോളാ. വേണ്ട, കിടന്നോളൂ. മോളെ, അകത്തുനിന്ന് സ്റ്റൂൾ എടുത്തിട്ട് കൊടുക്ക്. ഇരിക്കെ. കൈ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, വാഴപ്പിണ്ടി പോലെയാ. പിന്നെ കാഴ്ചക്ക് 2 കൈ ഉണ്ടെന്ന് പറയാം. രക്ഷപ്പെട്ട് പോയിക്കോ. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും വെട്ടി എറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണം. എനിക്ക് ജീവിക്കണം. ചായ ഒരെണ്ണം മേടിപ്പിക്കട്ടെ? വേണ്ട. അത് പറ്റില്ല. എന്റെ അടുത്ത് വന്നിട്ട് ഒരു ചായെങ്കിലും കുടിക്കാണ്ട് പോകാൻ പറ്റില്ല. മോളെ, 2 ചായ മേടിച്ചിട്ട് വാടി. എന്നോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നില്ലേ? എന്താ ചിരിച്ചളഞ്ഞ്? കാലുകൊണ്ടെങ്കിലും നിങ്ങളെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നിങ്ങൾ ജോസറിനെ കൊന്ന് ജയിലിൽ പോയി. പിന്നെ പഴയ എസ് ഐ ഹരിദാസ് സാർ ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തന്നു. സൈക്കിൾ ഷോപ്പ് തുടങ്ങി. കൈയില്ലാണ്ടായപ്പോഴാ ആലോചിക്കാൻ തുടങ്ങിയത്. തെറ്റും ശരിയും അപ്പോ മനസ്സിലായി. എന്റെ കൈ കളഞ്ഞത് ഞാൻ തന്നെയാ. ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം. പക്ഷെങ്കിൽ ഇപ്പൊ കെട്ടികളും മക്കളും കുടുംബമായിട്ട് സുഖം, സമാധാനം. കാശിന് ഇത്തിരി പഞ്ഞുള്ളൂ. ഇത്ര പെട്ടെന്ന് കിട്ടിയോടി. മാമനോടുക്ക്. മതി, നീ മോള് കുടിച്ചോ. എന്റെ മൂത്ത മോള ചെമ്മണി. ഇവിടെ പഠിപ്പ് കഴിഞ്ഞുള്ള നിർത്തേണ്ടി വന്നു. ചെക്കൻ പഠിക്കുന്നുണ്ട്. ഇവളോ ഇവിടെ അമ്മയെ അടുത്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ നടക്കില്ല. തള്ളേക്കൂടെ ഒന്ന് കടയിൽ നിൽക്കാൻ പറ്റുമോ? പിന്നെ എന്താ ഇനി പരിപാടി? കീരിക്കടന്മാരെ ആരെങ്കിലും കണ്ടോ? ഇല്ല. സൂക്ഷിച്ചോണം, ചതിന്മാരാ. ജോസേട്ടൻ ആണായിരുന്നു. പിന്നെ ഇന്നൊരാളെയും കുത്തില്ല. നേരെ വാ നേരെ പോ. യുവന്മാര് കണ്ണി ചോരയില്ലാത്തവരാ. കാശിന് വേണ്ടി സ്വന്തം അപ്പനെയും വെക്കും. എന്റെ 2 കൈയും പോയി ഞാൻ ആശുപത്രി കിടക്കുമ്പോ ജോസേട്ടൻ എനിക്ക് ഒരു 50,000 രൂപ ചെക്ക് തന്നു. ഞാനത് ബാങ്ക് കൊടുക്കാൻ 2 ദിവസം വൈകി. അതിനിടയിലാ ജോസേട്ടൻ മരിക്കുന്നത്. യുവന്മാരത് തടഞ്ഞു. 10 പൈസ തന്നില്ല എനിക്ക്. ഇപ്പൊ വലിയ മാന്യന്മാരും മര്യാദക്കാരും ഒക്കെയാ. പക്ഷെ തരം കിട്ടിയാൽ അവർ തനി നിറം കാണിക്കും. പിന്നീന്നാ കുത്തുക. അതുകൊണ്ട് പിന്നിലൊരു കണ്ണു വേണം. എനിക്കിപ്പോ അതൊന്നും അല്ല പ്രശ്നം. ഒരു പണി വേണം.
അതിന്റെ ഒരു കറക്കത്തില്ല ഞാൻ. ഒരു രക്ഷയില്ല. എന്തു പണി വേണം? എന്ത് പണിയും ചെയ്യാം. മീൻ വിൽക്കാവോ? മീനോ? ആ, മീൻ. നല്ല കടൽ മീൻ. ചന്തയിലെ മീന്റെ ഹോൾസെയിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. മീൻ കടം ധരിക്കാം. ഒരു കൊട്ട മാത്രം വാങ്ങിയാൽ മതി. സൈക്കിളോറിനെ ഞാൻ തരാം. എന്താ, പറ്റുമോ? പഠിപ്പുണ്ടെന്നൊന്നും വിചാരിക്കണ്ട. ദിവസം 100 രൂപ കാശ് കിട്ടും. ചെയ്യാം. മറിക്കോ. എന്നെ അടിക്കരുത് സാർ. എന്നെയാണ് കൊല്ലാൻ ശ്രമിച്ചത്. ഞാൻ നിരപരാധിയാണ്. കയ്യാങ്കൾ കാണിച്ചെടുത്ത് നിരപരാധി. എന്നെ ഇനി അടിക്കരുത് സാർ. അടിക്കരുത്. അടിച്ച പിന്നെ എന്നെ കൊന്നേക്കണം. പണം മുട്ടിയ പാമ്പാട് സാർ ഞാൻ. സേതു സാറിന് വിട്. കൊല്ലാൻ വന്നപ്പോഴും ഒഴിഞ്ഞു മാറി, ഓടി മാറി, വിട്ടില്ല. പിന്നെയും വന്ന പറ, ഞാൻ എന്ത് ചെയ്യണം? കൈകെട്ടി നിന്ന് കൊടുക്കണോ? പണ്ടാണെങ്കിൽ കഴുത്ത് നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇന്നെനിക്ക് വയ്യ. എനിക്കിത് ജീവിച്ചേ പറ്റൂ. ഇവിടെ കേറി വച്ചോ നേരെ. നിങ്ങൾ പറഞ്ഞ മാതിരി അച്ചോ നായര്. ഇരിക്കേ. വേണ്ട സാർ, ഞാൻ വിളിപ്പിച്ചത് നിങ്ങളുടെ മോന്റെ കാര്യം പറയാനാ. വീട്ടിലെ അമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്ക. അവരൊരു ഹാർട്ട് പേഷ്യന്റാ. സാറിനോട് മോശമായി പെരുമാറിയെന്ന് കേട്ടു. ഞാൻ മാപ്പി ചോദിക്കുന്നു. ഹേ, അങ്ങനെയൊന്നുമില്ല. ഞാൻ നല്ല ഇടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും മര്യാദ പഠിച്ചില്ലെങ്കിൽ നട്ടെല്ലാം ഓടിക്കും. മര്യാദയ്ക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ തെരുവിൽ കിടന്ന് ചാവേണ്ടി വരും. മോനെ വിളിച്ചിട്ട് പൊയ്ക്കോ.
കീരിക്കാടന്മാരുടെ തമ്മിത്തല്ലി ചാവാണ്ട് സ്വന്തം കാര്യം നോക്കി എവിടെങ്കിലും പോയി ജീവിക്കാൻ പറ. അമിതേ, സേതുമാധനെ കൂട്ടി വിട്ടേക്ക്. സാർ ഇവിടെ നിർത്ത്. എന്താ ഇവിടെ? എത്ര ആശ? 5 രൂപ. എന്നാ. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീട്ടിലായാ പറ്റില്ല, എന്റെ അമ്മ വിഷമിക്കും. ഇങ്ങനായ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇനി അവരുടെ ശത്രുത വാങ്ങിക്കാൻ വയ്യ. 2 പെൺകുട്ടികളുണ്ട് വീട്ടില്, ഒരമ്മയും. പട്ടിണിയും പരിവട്ടം ആണേലും മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് തകർന്നു. അച്ഛാ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആയിരിക്കാം. 10-27 കൊല്ലം നോക്കി വളർത്തി. 2 കൊല്ലം കേസ് നടത്തി ഉണ്ടായിരുന്ന സമ്പാദ്യത്തെ മുഴുവൻ തൊലച്ചു. ഇനി ചെലവാക്കാൻ പണവും ഇല്ല, ആയുസും ഇല്ല. എനിക്ക് വേറെ ഉണ്ട് മക്കള്, അവരുടെ കാര്യം നോക്കണം. സന്തോഷമുണ്ട്, തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാൻ മാറിത്തരാം. അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ അറിയണ്ട. എന്റെ നിഷേധിതരം കൊണ്ട് വീട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഈ രാത്രി തന്നെ പോണോന്നല്ല പറഞ്ഞത്. ഇന്നോ നാളെയോ സൗകര്യം പോലെ പോയാൽ മതി. ദൂരെ ഏതെങ്കിലും നാട്ടിൽ പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. വേണ്ട അച്ഛാ, ഇനി എന്ത് സ്വന്തം കാര്യം? അച്ഛൻ പൊയ്ക്കോളൂ. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ വരും. അവൻ വന്നില്ലേ? ഇല്ല. പിന്നെന്തിനാ SI വിളിപ്പിച്ചത്? അവനെ വിട്ടു. കേസൊന്നുമില്ല. പിന്നെ അവൻ എങ്ങോട്ട് പോയി? എവിടെയോ പോയി. എങ്ങോട്ട്? അവനോട് ഇനി വീട്ടിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞു. എന്ത് ദുഷ്ടത്തരാ നിങ്ങൾ കാട്ടിയത്? എന്റെ മോൻ ഇനി എങ്ങോട്ട് പോവും? ഇഷ്ടമുള്ളിടത്തേക്ക് പോട്ടെ. അങ്ങനെങ്കിലും അവൻ ഈ നാട്ടിന്റെ പോട്ടടി. എവിടെയെങ്കിലും ചെന്ന് ജീവിക്കട്ടെ.